ടോൺസിലൈറ്റിസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കണ്ണൂരിലെ 17-കാരൻ മരിച്ചത് ഡോക്ടറുടെ ഗുരുതര അനാസ്ഥ മൂലമെന്ന് കുടുംബം. ഡോക്ടർ എന്റെ മോന്റെ ചുമല് തട്ടിയിട്ട് മോനെ നീ ഫിറ്റ് തന്നെയാടാ എന്ന് വരെ പറഞ്ഞതാ. ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസ്രാവത്തെ തുടർന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ കണ്ണാടിപ്പറമ്പ് സ്വദേശി സൂരജിത്ത് മരിച്ചത്. ഒരു രാത്രി മുഴുവൻ രക്തം ഛർദ്ദിച്ചിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്റെ മോന് അവരെ ഒരൊറ്റ ഡോക്ടറേയും നഴ്സിന്റെ ഒറ്റ അനാസ്ഥ കൊണ്ട് എന്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത്. ഈ വർഷം ജൂലൈ 17-നായിരുന്നു കണ്ണൂരിലെ ക്ലിനിക്കിൽ സൂരജിത്തിന്റെ ശസ്ത്രക്രിയ. 2 ദിവസത്തിനു ശേഷം വായിൽ നിന്ന് രക്തം വന്നു. ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ഐസ് വച്ചപ്പോൾ രക്തസ്രാവം നിന്നു. എന്നാൽ പിറ്റേ ദിവസം രാത്രി 12 മണിയോടെ കുട്ടി രക്തം ഛർദ്ദിച്ചുവെന്ന് സൂരജിത്തിന്റെ അമ്മ പറയുന്നു. പിന്നാലെ കണ്ണൂരിലെ തന്നെ മറ്റൊരാശുപത്രിയിൽ ഇതേ ഡോക്ടറെത്തി പരിശോധിച്ചെങ്കിലും പ്രശ്നമില്ലെന്നാണ് അറിയിച്ചത്. ജൂലൈ 23-ന് രാവിലെ സൂരജിത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ മുറിവും രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രികളുടെ വിശദീകരണം. ശസ്ത്രക്രിയയിലെ പിഴവും ഡോക്ടറുടെ അനാസ്ഥയുമാണ് 17-കാരന്റെ ജീവൻ എടുത്തതെന്ന് കുടുംബത്തിന്റെ പരാതി. അസ്വാഭാവിക മരണത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രികളുടെ വിശദീകരണം.